നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ഗാസ മുനമ്പിലെ സമീപകാല പോരാട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നെതന്യാഹു അജിത് ഡോവലുമായി പങ്കുവച്ചിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തെക്കുറിച്ചും മാനുഷിക സഹായത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു എന്നാണ് അറിവ്. കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പോസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ വിദേശനയ ഉപദേഷ്ടാവ്, ദേശീയ സുരക്ഷാ കൗൺസിൽ ഡയറക്ടർ, ഇസ്രയേലിലെ ഇന്ത്യൻ അംബാസഡർ എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് NSA അജിത് ഡോവലിൻ്റെ ഇസ്രയേൽ സന്ദർശനം സുപ്രധാനമാണെന്ന് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ നൗർ ഗിലോൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഡയറക്ടർ, പ്രധാനമന്ത്രിയുടെ വിദേശനയ ഉപദേഷ്ടാവ്, ഇസ്രയേലിലെ ഇന്ത്യൻ അംബാസഡർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഇതേസമയം ഹമാസിനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്നും വിജയം കാണാതെ ഇസ്രയേൽ സൈനികർ മടങ്ങില്ല എന്നുമുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസവും നെതന്യാഹു ആവർത്തിച്ചത്. ഏകദേശം 1200 ഇസ്രയേലികളെ കൊല്ലുകയും 250ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസ് പോരാളികൾ ഒക്ടോബർ 7 നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ആരംഭിച്ച ഗാസയിലെ ഓപ്പറേഷനിൽ 30,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത്. ഹമാസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതിനു ശേഷം ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ്റെ ആദ്യ സന്ദർശനം കഴിഞ്ഞ ആഴ്ച 2 ഇന്ത്യക്കാരുടെ മരണത്തിന് ശേഷമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. ഇസ്രയേൽ ലെബനൻ അതിർത്തിക്ക് സമീപം മിസൈൽ ആക്രമണത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഇന്ത്യ ഇസ്രയേലിലെ പൗരന്മാർക്ക് ഉപദേശം നൽകുകയും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡോവലിൻ്റെ സന്ദർശനം ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള പത്രോസ് മാക്സ്വെല്ലിൻ്റെ മകൻ നിബിൻ മാക്സ്വെൽ എന്ന 31 വയസ്സുകാരനാണ് അന്ന് മരിച്ചത്. പരിക്കേറ്റ മറ്റ് 2 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. ഈ സാഹചര്യത്തിൽ അജിത് ഡോവൽ നെതന്യാഹുവുമായി നടത്തിയ രഹസ്യ ചർച്ചയ്ക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട് എന്ന് വേണം കരുതാൻ. 13,000-ലധികം ഹമാസ് ഭീകരരെ പോരാട്ടത്തിൽ വധിക്കാനായി എന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. ഗസയുടെ തെക്കൻ മുനമ്പിൽ ആക്രമണം കടുപ്പിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ ഇന്ന് വിജയത്തോട് വളരെ അടുത്ത് നിൽക്കുകയാണ്. റാഫയിൽ അവശേഷിക്കുന്ന ഭീകര ബറ്റാലിയനുകൾക്കെതിരെ സൈനിക നടപടി ആരംഭിക്കുകയാണ് എന്നും പറഞ്ഞു. ആഴ്ചകൾക്കുള്ളിൽ ഇതിൽ വിജയം നേടുമെന്നും നെതന്യാഹു പറയുന്നുണ്ട്. UAE, ഖത്തർ, സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ മേഖലയിലെ പ്രധാന നേതാക്കളുമായെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ സജീവമായി ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആവശ്യമായ മാനുഷികത നൽകാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്കാരുൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായി തന്നെയാണ് ഇന്ത്യ കാണുന്നത് എന്നുറപ്പാണ്. വലിയ തോതിലുള്ള സിവിലിയൻ ജീവനുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ നഷ്ടപ്പെടുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ലോകം സാക്ഷ്യം വഹിച്ചത് ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ, അല്ലെങ്കിൽ അങ്ങനെയൊരു സംഭവം ഒഴിവാക്കാൻ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് ശാശ്വതവും ദീർഘകാലവുമായുള്ള ഒരു പരിഹാരമാണ് ആവശ്യമെന്ന് ഡോവൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ ഗാസയിലെ യുദ്ധത്തെ സമീപിക്കുന്ന രീതിയിലൂടെ ഇസ്രയേലിനെ സഹായിക്കുന്നതിനേക്കാൾ ദ്രോഹിക്കുകയാണ് പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നതെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. ഇസ്രയേലിൻ്റെ നടപടിയുടെ ഫലമായി ഗാസയിൽ പൊലിയുന്ന നിരപരാധികളുടെ ജീവന് നെതന്യാഹു കൂടുതൽ പ്രാധാന്യം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിനെ പിന്തുണച്ച വ്യക്തിയാണ് ഈ ബൈഡൻ. എന്നാൽ ഗാസയിലെ സാധാരണക്കാരുടെ മരണം ഇസ്രയേലിനുള്ള അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടുത്തും എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്നാൽ നെതന്യാഹു ഇതൊന്നും പക്ഷേ വകവയ്ക്കുന്നില്ല. ഹമാസിനെ തുടച്ചു നീക്കും എന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും നെതന്യാഹു. ഗാസയിലെ മരണങ്ങൾ ഇസ്രയേലിൻ്റെ വലിയ തെറ്റാണ് എന്ന് ബൈഡൻ പറയുന്നുണ്ട്. 13 ലക്ഷം പലസ്തീൻകാർ അഭയം തേടിയിരിക്കുന്ന റാഫയെ ആക്രമിക്കാനുള്ള തീരുമാനത്തെയെല്ലാം ബൈഡൻ എതിർക്കുന്നുമുണ്ട്. എന്നാൽ ഇസ്രയേലിന് അയൺ ഡോം പോലുള്ള പ്രതിരോധ മിസൈലുകൾ നൽകുന്നത് അവിടുത്തെ പൗരരുടെ സംരക്ഷണത്തെ കരുതി തുടരുമെന്നും ബൈഡൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയം ബൈഡൻ 2 ചുവടും വയ്ക്കുന്നുണ്ട്. ജനങ്ങളെ കൊല്ലരുത്, അല്ലെങ്കിൽ പലസ്തീൻകാരെ കൊല്ലുന്നത് പാപമാണ്, അത് ചെയ്യരുത്, ഇസ്രയേൽ കുറച്ചുകൂടി മിതത്വം പാലിക്കണം എന്നെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ
ഇസ്രയേലിൻ്റെ പ്രതിരോധത്തിന് വേണ്ടുന്നുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അതിനുള്ള ആയുധങ്ങളെല്ലാം തന്നെ നൽകുന്നത് തുടരും എന്ന് തന്നെയാണ് ബൈഡൻ പറയുന്നത്. കഴിഞ്ഞ മാസം മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒക്ടോബർ 7 നടന്നത് ഭീകരവാദമാണെന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഇസ്രയേൽ സിവിലിയൻ അപകടങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഒക്ടോബർ 7 ശത്രുത പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഈ പ്രദേശത്ത് 31,000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 72,654 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.